ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ആനന്ദം അനുഭവിക്കണം, ഈശ്വരകൃപ വേണം, ആത്മാവിൽ നിറയാനുള്ള ഭക്തി വർദ്ധിക്കണം. എല്ലാ മക്കളുടെയും എനിക്ക് കമൻസ് തന്ന മക്കളുടെ പേര് പറയാം. ജഗദമ്മ, ജയാനിൽ, നിർമ്മല രമേഷ്, രാധ ശിവാനന്ദൻ, ബിജു, ഗീതാ നായർ, രുക്മിണി മോഹൻ, താര മനോജ്, ശ്രീല, പത്മകുമാരി, ജയശ്രീ ബാബു, ഉഷ KR. ഇനി ഉണ്ട് മക്കൾ എല്ലാവർക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ചില മക്കൾ ഇത് കമൻസ് ഇടത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയേ ഇപ്പം കിട്ടിയുള്ളൂ. ഇതിനകത്ത് നാരായണത്തിലും ഭഗവത്ഗീതയും എല്ലാം ഈ മക്കളുടെ പേരുകൾ തന്നെയാണ് ഞാൻ നോക്കും. അപ്പോൾ അവരെല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. അല്ലാത്ത ഒരുപാട് മക്കളുണ്ട്, എല്ലാവരെയും പരമാത്മാ, കാരണം ഈശ്വരൻ്റെ മക്കളാണല്ലോ. പ്രത്യേകിച്ച് ഈ ഭക്തമക്കളാണെങ്കിലും ഇതൊക്കെ നോക്കാനും ഇതൊക്കെ വായിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഈശ്വരൻ്റെ കയ്യിൽ തന്നെയാണ് അവർ. ഞാൻ പറയാതെ തന്നെ എല്ലാ മക്കളും ഭഗവാനിൻ്റെ തന്നെയാണ്. എല്ലാവരെയും ഞാൻ ഒന്നും കൂടി ഭഗവാനോട് പറഞ്ഞ് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, ഈശ്വരൻ്റെ സ്നേഹവും അവിടുത്തെ കടാക്ഷവും കൃപയും എല്ലാം ഒത്ത് അവർക്ക് കിട്ടണം. എല്ലാ മക്കളും അനുഭവിക്കണം ആനന്ദം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ഈ പാരിൽ സദാസമയവും നാരായണ ജപമന്ത്രം നമ്മൾ എപ്പോഴും ഉരുവിടണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലേ, അത് ജീവചൈതന്യമല്ലേ, സാക്ഷാൽ നാദബ്രഹ്മമാണ്. അപ്പം ഓം എന്ന് പറയുന്ന ആ നാദത്തിൽ നിന്നുണ്ടായതാണല്ലോ ഇതെല്ലാം. അപ്പോൾ അക്ഷരം ഈശ്വരനാണ്. നമുക്ക് എപ്പോഴും നാരായണ മന്ത്രം എപ്പോഴും ഉരുവിടണം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആ ബ്രഹ്മാനന്ദത്തിൽ ലയിക്കാൻ, ആ ബ്രഹ്മമാകുന്ന ആ കുടീരം എവിടെ ഇരിക്കുന്ന അത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥ, ആ ബ്രഹ്മാനന്ദത്തിൽ എത്തപ്പെടാൻ ആ ദിവ്യ തേജസാം ആത്മാനുഭൂതിയിൽ നിത്യവും ചേർന്ന് ലയിക്കാം. ആ ഒരു കുഞ്ഞു നാമം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈശ്വരനെ സ്തുതിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. അത് നമുക്ക് ചൊല്ലാം. കൊച്ചു നാമം എല്ലാം പറയുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോകും. കഫം തൊണ്ടിലുള്ളതുകൊണ്ട് ചൊല്ലാൻ പറ്റത്തില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ്ടും അന്തരീക്ഷം മാറുമ്പോൾ ഇത് വരുന്നുണ്ട്. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. എപ്പോഴും നമുക്ക് ജപിക്കണം. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം സദാ. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ജീവചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആ ദിവ്യ തേജസാം ആത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. ആ ദിവ്യ തേജസാം ആത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യുക വേണം. മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ, അത് ചൈതന്യമല്ലോ, സാക്ഷാൽ നാദബ്രഹ്മമല്ലോ. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം. ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം.
ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യുക വേണം സദാ. നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യുക വേണം. ഓം നമോ നാരായണായ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. മക്കളെ, കണ്ട് നമുക്ക് വായിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം വായിച്ചത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഒന്നുകൂടെ പറഞ്ഞു തന്നിട്ട് വായിക്കാം. ഇവിടെ ഈ കാളിയനെയും കാളിയമർദ്ദനാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. കാളിയനെയും ഭാര്യമാരെയും സന്തതികളെയും സുഹൃത്തുക്കളെയും എല്ലാം ഭഗവാൻ രമണകദ്വീപിലേക്ക് മാറ്റിയപ്പോൾ ഈ സംശയം ഇത് ആരോടാ ഇത് പറയുന്നേ? ഇത് വിവരങ്ങൾ ഈ ഭഗവാന്റെ കഥകൾ മഹാമുനി പരീക്ഷത്തിന് കൊടുക്കുന്നതാണല്ലോ രാജാവിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർപ്പാന്യം ഭൂമി തന്നിൽ അല്ലാതെ മറ്റപ്പുകളിൽ മരുവിടുന്നത്? എന്താ കാരണം? ഇവിടെ ഈ കാളിയനും കുടുംബവും എല്ലാം കൂടെ എന്തിനാ ഈ നദിയിൽ വെള്ളത്തിൽ എന്താ കഴിയുന്നത്? ഈ പാമ്പുകളെല്ലാം കരയിലല്ലേ ഭൂമിയിലല്ലേ വസിക്കുന്നത്? അതെന്താ കാരണം? ഈ കാളിയൻ ഒഴിഞ്ഞുള്ള നാഗങ്ങളെല്ലാം ഈ ധരിത്രിയിലാണല്ലോ ഭൂമിയിലാണല്ലോ കഴിയുന്നത്. ഇതിനെന്താ വിശേഷിച്ച് ഈ കാളിയനെ ഈ മിത്രാത്മയിൽ കഴിയാൻ ഈ കാളന്തി നദിയിൽ കഴിയാനുള്ള കാരണം എന്താ വിശേഷം? ശത്രുത്വം എന്തൊന്നാണ് കാളിയൻ? പന്നക ശത്രുവോടാഹന്ത. പന്നക ശത്രു വെച്ചാൽ എന്താണ്? പന്നകം പാമ്പ്. പാമ്പിൻ്റെ ശത്രു ആരാണ്? ഗരുഡൻ. അപ്പം എന്താണ് ഇവരുടെ ശത്രുത്വം കാളിനും ഗരുഡനുമായിട്ട്? പന്നക ശത്രു എന്ന് വായിക്കുമ്പോൾ പന്നകം പാമ്പായതുകൊണ്ട് പാമ്പാന്ന് ധരിക്കരുത്. പന്നക ശത്രു എന്ന് അതുകൂടെ മനസ്സിലാക്കണം. പന്നക ശത്രുവോടാഹന്ത. പന്നകത്തിൻ്റെ പാമ്പിൻ്റെ ശത്രുവാണ് ഗരുഡൻ. എന്താ ഈ ഗരുഡനോട് ഇത്ര കാളിന് ഇത്ര വിരോധം വരാൻ, ശത്രുത്വം ഉണ്ടാവാൻ കാരണം? ഇതെല്ലാം പരീക്ഷത്ത് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യത്തിനാണ് ഇവിടെ ഭാഗവതം ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാമുനി. അപ്പോൾ അതെന്താ കാരണം? ഈ പക്ഷി ഇന്ദ്രനെ ശപിപ്പാൻ എന്ത് സൗഭരി ഈ വൃദ്ധസന്യാസിയായ ഒരു തപോധനൻ, അതായത് വെള്ളത്തിൽ അദ്ദേഹം വന്നു തർപ്പണം ചെയ്യാൻ. അപ്പോൾ പക്ഷീന്ദ്രനെ, ഈ പക്ഷിയുടെ ഇന്ദ്രനാണ് ഗരുഡൻ. ഈ ഗരുഡനെ എന്താ ശപിക്കാനുള്ള കാരണം? ഈ താപസൻ. അതുകൊണ്ടാണല്ലോ ആ നദിയിൽ കാളിയൻ സന്തോഷത്തോടെ കിടക്കുന്ന. അവിടെ ഗരുഡൻ വരാത്തതുകൊണ്ടാണല്ലോ. വേറെ എങ്ങും താമസിക്കാൻ ഒക്കത്തില്ല ഗരുഡന്. ഇയാളുടെ പേര് കാളിയന്. കാരണം ഗരുഡനായിട്ട് ശത്രുത്വമുണ്ട്. അതുകൊണ്ടാണ് കാളിയൻ ഭയന്ന് ഒളിച്ച് ഈ നദിയിൽ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഗരുഡൻ ആ നദിയിൽ വരാതിരിക്കാൻ സൗഭരി എന്താ അദ്ദേഹത്തിനെ ശപിക്കാൻ കാരണം? ഈ ഗരുഡനെ നിഷ്കൃപയാ പുനർ എന്നതും എന്നുടെ ചിത്ത സന്ദേഹം ഒഴിമാറൊക്കെ എൻ്റെ സംശയങ്ങളൊക്കെ മാറ്റിത്തരൂ, അതെനിക്ക് മനസ്സിലാക്കി തരൂ എന്ന് ശ്രീസുഖ മഹാമുനിയടുത്ത് പരീക്ഷിത്ത് ചോദിക്കുന്നു.
അപ്പോൾ കൃഷ്ണ ശിഷ്യോത്തമനായ മാമുനി വിഷ്ണുരാധന്, അതായത് ഈ മഹാമുനി വിഷ്ണുരാധനാരാ രാജാവ് പരീക്ഷിത്ത്. അപ്പം അതിൽ ചൊല്ലിനാനെങ്കിലോ അത് അയാളോട് പറയുന്നു, മുന്നം ധരാതലത്തെങ്കിൽ അഹികളെ പന്നകാരാധിതൻ ആട്ടിപ്പിടിച്ചു. ഈ പാമ്പുകളെല്ലാം ഗരുഡനാണല്ലോ ഭക്ഷിക്കുന്നത്. ഇന്ദ്രൻ ഗരുഡനാണ് പക്ഷിയുടെ ഇന്ദ്രൻ. ആ ഗരുഡൻ പാമ്പുകളെയാണ് ഭക്ഷിക്കുന്നത് ആഹാരമാക്കിയിട്ട്. അതെല്ലാം തിന്നൊടുക്കുന്നത് കണ്ട് ഈ നാഗാന്വയം ഈ സർപ്പങ്ങളെല്ലാം എന്ത് വിചാരിച്ചു? ഖിന്നരായി വിഷമിച്ച് ചിന്തിച്ച് എന്താ ഇതിൻ്റെ പോംവഴി. ഓരോ ദിവസങ്ങൾ ശത്രു നിവസതിപുക്ക് ദിനംതോറും ആദ്യന്തമങ്ങ് ഓരോരുത്തൻ അവനുടെ ഭക്ഷണമാവത് ഗരുഡന് ആഹാരമായിട്ട് ഈ പാമ്പും കൂട്ടങ്ങളിൽ നിന്ന് ഓരോരുത്തരെയായി ദിവസേന കൊടുക്കണം. അതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. ഇതിൻ്റെയൊക്കെ ജീവനല്ലേ നഷ്ടപ്പെടുത്തുന്നത്. അത് അവരുടെ കുടുംബത്തിന് വിഷമമല്ലേ. നമ്മൾ ചിന്തിക്കൂ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയോ ഒരു ശത്രുവിന് വേണ്ടി ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ ജീവനെ? അപ്പോൾ എല്ലാ പാമ്പുകളോട് ഇങ്ങനെ വിഷമിച്ചു. ഈ ഭക്ഷണത്തിന് ഓരോരുത്തരെ നീക്കി വെക്കണമല്ലോ ഓരോ ദിവസങ്ങളിൽ. അവരുടെ ആ ജീവൻ എന്ത് വിഷമമാണ്. അങ്ങനെ ദുഃഖമോട് ചിന്തിച്ച് കൽപ്പിച്ചു. അവരങ്ങനെ ചിന്തിച്ചിട്ട് അവരെന്താ ഉറച്ചത്? കൃത്വ പല നാൾ കഴിഞ്ഞ് ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ അവരിങ്ങനെ എല്ലാവരുടെ ഒത്തൊരുമയോട് അവർ ചിന്തിച്ചു. എന്താ ഓർത്ത് വിചാരിച്ച് കൽപ്പിച്ചു. എന്ത് ചെയ്തു? പർവ്വദിനങ്ങൾ, പർവ്വദിനം വെച്ചാൽ വാവ് ദിനം, പർവ്വതമല്ല പർവം ദിനം. ആ ദിനത്തിൽ എന്നുവെച്ചാൽ വാവ് ദിവസങ്ങളിൽ ആദരവോടുകൂടി ഈ ഉറുവിയിലുള്ള ദിവ്യാത്മാക്കൾ, ഈ ഭൂമിയിലുള്ള മഹാത്മാക്കൾ നൽകുന്ന സർവ്വ ബലികളുടെ ഹവർഭാഗങ്ങൾ സർവേശവാഹകനങ്ങ് നൽകിയിടുക. ഈ പാമ്പുകൾക്ക് ഈ ഹവർഭാഗം ദിവ്യാത്മാക്കൾ നൽകുമ്പോൾ ആവുതോറും ഇതെല്ലാം ആർക്ക് കൊടുക്കാം? ഈ ഗരുഡന് കൊടുക്കാം. അപ്പോൾ ഈ പാമ്പിനെ ഭക്ഷിക്കാൻ വരത്തില്ലല്ലോ. ഇവരെല്ലാം ഒത്തൊരുമയുടെ തീരുമാനിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വാവ് തോറും ഇവർക്ക് കിട്ടുന്ന ആഹാരം ഈ എന്തു പറയാ ഈയുടെ പേരുന്ന ഗരുഡന് നൽകാം. അങ്ങനെ നമുക്ക് തീരുമാനിച്ച് അപ്പം ജീവവിയോഗം നമുക്ക് അവനാൽ ഇനി കേവലം വന്നുകൂടായതിനെന്നിതം. ഇനി അങ്ങനെ അതുകൊണ്ട് നമുക്ക് ആർക്കൊരു ജീവൻ പോവുകയില്ലല്ലോ. നമുക്കുള്ള പങ്ക് ആഹാരം ഗരുഡന് കൊടുക്കാം എന്ന് അവരെല്ലാം ഒത്തു തീരുമാനിച്ചപ്പോൾ ഇത് മഹാമുനി ആർക്ക് കൊടുക്കുന്ന ഉപദേശം? രാജാവിന്, പരീക്ഷത്തിന്. എന്താ ഇത് കാരണം? ഈ കാളിയനും ഗരുഡനായിട്ട് ഇത്ര ശത്രുത്വം വരാനുള്ള കാരണങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് ഭൂമിയിൽ ഇങ്ങനെ പാമ്പുകൾക്ക് കഴിയാനുള്ളതിന് ഇവിടെ നിന്ന് നദിയിൽ, ഈ കാളന്തി നദിയിൽ എന്താ ഇവരിങ്ങനെ കഴിയുന്നത്? ഇതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. മക്കളെ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ജീവന നഷ്ടം വരത്തില്ല. നമുക്ക് ഇങ്ങനെ എല്ലാവരുടെയും ആഹാരം ഗരുഡന് കൊടുക്കാം എന്ന് എല്ലാവരും ഒത്ത് മനസ്സിലാക്കിയിട്ട് കൽപ്പിച്ചുറച്ച് അവരെല്ലാവരും വൃക്ഷമൂലയെ അവർ ഉൾപ്പേടി പൂണ്ടങ്ങ് നൽകി ന്യായമിടും. അവരിങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈ പാമ്പുകളെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞ് പേടിച്ച് ഇവർക്കുള്ള ദിവസേന ഓരോ ജീവനെ കൊടുക്കാൻ എന്ത് വിഷമമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരൊരു വൃക്ഷത്തിൻ്റെ മൂലയിൽ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എന്തുവന്ന് ഈ മുഷ്കരനായ കാളിയൻ, എല്ലാത്തിനും തലവനായി കാളിയൻ എല്ലാ സർപ്പങ്ങളും സമ്മതിച്ചു ഇതിങ്ങനെ കൊടുക്കാം എന്ന്. ആഹാരം ഗരുഡന് പങ്ക് കൊടുക്കാം, അവരുടെ പങ്ക്. അപ്പോൾ മുഷ്കരനായ അഹങ്കാരിയായ ഈ കാളിയൻ എന്ത് പറ്റി? ശക്തൻ എന്നുള്ളൊരു ചിത്ത മതത്തിൽ ഇത് നമ്മൾ വായിച്ചില്ല. ഞാൻ അല്പം കൂടെ പറഞ്ഞിട്ട് വായിക്കാം. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് വായിച്ച് പോകാമല്ലോ. ഇത് കണ്ടു വായിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു വായിച്ചത്. ഇത് 2-3 വരിയുടെ കൂടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് വായിക്കാം. അപ്പം ഈ അഹങ്കാരിയായ ഈ കാളിയൻ ശക്തനാണ്. അവൻ്റെ അഹങ്കാരം ചിത്തമതം, അവൻ്റെ മനസ്സിൽ അഹങ്കാരം വർദ്ധിച്ചപ്പോൾ തൽകുലത്തോട് ഇണങ്ങാതെ തതോഹരി വിഷ്ണുവാഹന് കൊടുക്കയില്ലെന്ന് മാത്രമല്ല മറ്റു പണികൾ അവന് നൽകുന്നതും മുറ്റി വളർന്ന ധിക്കാരം മുഴുത്തുകൊണ്ട് അവൻ തെറ്റുന്നു. അവനെല്ലാം കൂടെ ഒത്തങ്ങ് ഭക്ഷിച്ചു കളയും. ഈ കാളിന് അഹങ്കാരം കൊണ്ട് അവൻ്റെ പങ്കും കൊടുക്കത്തില്ല. മറ്റ് പാമ്പുകളുടെ പങ്കൂടെ ഇവൻ പെട്ടെന്ന് കഴിക്കും. അഹങ്കാരം വർദ്ധിച്ചിട്ട് കാളിയൻ. അപ്പോൾ ആ വളർന്ന ധിക്കാരം മുഴുത്ത് പാവപ്പെട്ട മറ്റ് ഈ പാമ്പിൻ്റെ എല്ലാം മറ്റൊരുപാട് പാമ്പുകളുണ്ടല്ലോ, അവരുടെ കൂടെ അഹങ്കാരം പിടിച്ച് അത്ര അഹങ്കാരിയാ കാളിയൻ. അതുകൊണ്ട് അതും കൊടുത്തങ്ങ് ഭക്ഷിച്ചു. ഈ ഗരുഡന് കൊടുക്കത്തില്ല. അപ്പോൾ ഇതാരറിഞ്ഞു? ഈ ഗരുഡൻ അറിഞ്ഞു. ഇത് കുറ്റമില്ല, എല്ലാം ഇവൻ തന്നെ ഭക്ഷിക്കുന്നു. ഇത് മനസ്സിലാക്കി സുപർണ, അതായത് സുപർണൻ അറിഞ്ഞ സുപർണ വെച്ചാൽ ഗരുഡൻ ഇത് അറിഞ്ഞുകൊണ്ട് കോപിച്ച് അവനെ ഞാൻ വധിക്കുമെന്ന് ഉറച്ചങ്ങ് ഈ ഖഗേന്ദ്രനെ, ഈ പാമ്പിനെ ഈ ഗരുഡൻ എന്നാൽ ഇത് ശരിയല്ലല്ലോ, ഈ
പാവപ്പെട്ട ഈ പിന്നെ പാമ്പുകളെല്ലാം ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ അഹങ്കാരം കൊണ്ടല്ലേ ഇവനിങ്ങനെ കാളിൻ മുറ്റി അഹങ്കാരം എന്നാൽ അവനെ ഞാൻ വധിച്ചിട്ടേ കാര്യമുള്ളെന്ന് ഗരുഡൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ശത്രുത ഉണ്ടായത്. അത് ഇനി നമുക്ക് കണ്ടു വായിച്ചിട്ട് അപ്പോഴപ്പോഴർത്ഥം പറഞ്ഞുതരാം. രണ്ടുപേര് കയറ്റി വായിക്കാം. എല്ലാവരുടെ ഒത്തു വിചാരിച്ച് പർവ്വദിനങ്ങളാണ് പർവ്വദിനം വാവുതോറും ആദരാൽ ദിവ്യാത്മാക്കൾ ഈ ഭൂമി ഉറുവിയിലുള്ള ദിവ്യാത്മാക്കൾ നൽകുന്ന സർവ്വ ബലികളുടെ ഹവിർഭാഗങ്ങൾ തെളിയുന്നില്ല. സർവേശവാഹകൻ, അതായത് സർവേശനാരാ? പരമാത്മാവായ നാരായണൻ്റെ വാഹകനാണ് ഈ ഗരുഡൻ. അവന് കൊടുക്കാം. അപ്പോൾ ജീവവിയോഗം നമുക്ക് അവനാലിനി വരത്തില്ലല്ലോ, അവനാലിനി നമ്മുടെ ആരുടെയും ജീവനെ നഷ്ടപ്പെടുത്തത്തില്ലോ. നമുക്ക് ഈ പങ്ക് നമ്മുടെ ആഹാരം അയാൾക്ക് ഈ ഗരുഡന് കൊടുക്കാം എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ഉൾപ്പേടി പൂണ്ടങ്ങ് നൽകി ന്യായമിട ഒരു വൃക്ഷച്ചുവട്ടിൽ ഇരുന്നങ്ങിരുന്നു. മുഷ്കരനാകിയ കാളിയൻ അന്ന് അതിശക്തനെന്നുള്ളൊരു ചിത്തമതത്തിനാൽ അഹങ്കാരം പിടിച്ചങ്ങ് ആ മതം കൊണ്ട് തൽക്കുലത്തോടിണങ്ങാതെ മറ്റുള്ളവർ പറയുന്ന കേട്ടില്ല. അവർ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇവന് ഇഷ്ടമല്ല. തൽക്കുലത്തോട് എന്നുവെച്ചാൽ മറ്റ് പാമ്പുകളോടൊന്നും ഇവൻ്റെ അവരോട് ഇണങ്ങി ചേരാതെ എന്നുവെച്ചാൽ ഈ പറഞ്ഞ വാക്ക് അംഗീകരിക്കാതെ എന്താ തദോഹരി അവൻ്റെ ഓഹരിയും വിഷ്ണുവാഹന് കൊടുക്കയില്ലെന്നല്ല, മറ്റു പണികൾ അവന് നൽകുന്നതും മുറ്റി വളർന്ന ധിക്കാരം മുഴുക്കയാൽ തെറ്റെന്നു താൻ ഭുജിച്ചിടും അവസ്ഥകൾ. അയാൾ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെയും കൂടെ പങ്ക് അവരങ്ങ് പിടിച്ചുറച്ച് കഴിച്ചളയും. അവരും കൊടുക്കാൻ സമ്മതിക്കുകയില്ല. ഇവൻ്റെ പങ്കും തദോഹരി അവൻ്റെ ഓഹരിയും കഴിച്ചിട്ട് ഇത് വിഷ്ണുവാഹൻ ആരാണ്? ഗരുഡൻ. ഭഗവാന്റെ വാഹനമാണ് ഗരുഡൻ. ഗരുഡൻ്റെ പറന്നു വരുമ്പോൾ കണ്ട് വിഷ്ണു ഭഗവാൻ നാരായണൻ ആ വിഷ്ണുവിൻ്റെ മുകളിലല്ലേ പുറത്തല്ലേ ഇരുന്ന് വരുന്നത്? അതാണ് ഗരുഡൻ. ആ ഗരുഡന് കൊടുക്കുക മാത്രമല്ല മറ്റു പണികൾ മറ്റ് പാമ്പുകൾ കൊടുക്കുന്നത് പോലെ ഇവൻ മുറ്റി വളർന്ന ധിക്കാരം മുഴുത്തിട്ട് എന്ത് ചെയ്യും? പെട്ടെന്നെടുത്തങ്ങ് കഴിക്കും ഈ കാളിയൻ. മറ്റുള്ളവരുടെ പങ്കും കൂടെ എടുത്തും കഴിക്കും. കുറ്റമില്ലാതെ സുവർണൻ അറിഞ്ഞുടൻ. സുവർണനാരാ? ഈ ഗരുഡൻ. ഈ കാര്യം ഈ കാളിൻ ഇങ്ങനെല്ലാം ചെയ്യുന്ന കാര്യം ഇത് ഗരുഡൻ അറിഞ്ഞു. അവ കുറ്റമില്ലാതെ സുവർണൻ അറിഞ്ഞുടൻ കോപിച്ചവനെ ഞാൻ ആശു വധിപ്പനെന്നേവം ഉറച്ചടുക്കുന്ന ഖഗേന്ദ്രനെ ദൂരെ വരുന്ന അത് കണ്ടൊരു കാളിയൻ വീറോടു തൻ്റെ പണങ്ങൾ സഹസ്രവും നേരെ എടുത്തടുത്താൻ അതിവിദ്രുതം. അഹങ്കാരിയല്ലയോ ഗരുഡൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു, ഇവനെ വധിക്കാൻ വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇവനെന്ത് ചെയ്ത് വീറോട് തൻ്റെ പണങ്ങൾ സഹസ്രവും വിരിച്ചെടുത്തുകൊണ്ട് ആ ഗരുഡൻ അടുക്കളേക്ക് അങ്ങ് ചെല്ല വിദ്രുതം പെട്ടെന്ന്. എന്നിട്ടെന്താ? പാരം മുഴുത്തൊരു കോപേന താർഷ്യനും പാരാതെ നേരെ ചെറുത്തു വരുന്നൊരു മാരുത പക്ഷകനെ കണ്ടു. ചിക്കനെ താവി അടിച്ചാൻ ചിറകടിയേറ്റുടൻ ആവോളം അംഗം തളർന്നു ചുഴന്നവൻ പാരം ഭ്രമിച്ചു ചിറകടിയാൽ ചുഴന്നാവോളം അങ്ങ് ദൂരെ തെറിച്ചിടിനാൻ. അവൻ വീറോട് തൻ്റെ പണങ്ങൾ സഹസ്രം എടുത്തുകൊണ്ട് അങ്ങോട്ട് നേരെ അടുത്തു ഈ ഗരുഡൻ അടുക്കലേക്ക്. പാരം മുഴുത്തൊരു കോപന താർഷ്യനും. അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഗരുഡനപ്പോൾ താർഷൻ എന്ത് ചെയ്ത് പാരാതെ നേരെ ചേർത്ത്. അപ്പം ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിൽക്കുക. താർഷൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ. ഈ കാളിയൻ ഈ ഗരുഡൻ ഇങ്ങനെ വധിക്കാൻ വരുന്നത് അവന് മനസ്സിലായപ്പം നേരെ ഗരുഡൻ അടുക്കലേക്ക് ചീറിപ്പാൻ ചെല്ലുവാണ്. അപ്പം ഗരുഡൻ താർഷനും അതുപോലെ തന്നെ നേരെ ചേർത്ത് ഇങ്ങോട്ടും വന്ന് രണ്ടോടെ കൂട്ടിമുട്ടുന്ന രീതിയിൽ വന്ന് മാരുത പക്ഷകനെ കണ്ട് ചിക്കനെ താവിയടിച്ചാൻ. മാരുത പക്ഷകനാരാ? ഈ പാമ്പ് മാരുത പക്ഷകൻ സർപ്പം. അപ്പോൾ സർപ്പം വന്ന് ചെറുത്ത് വന്നപ്പോൾ മാരുത പക്ഷകനെ കണ്ട് ചിക്കനെ പെട്ടെന്ന് താവി അടിച്ചാൻ. ആരാ? ഗരുഡൻ. വന്ന് ഊക്കോടെ വന്നിട്ട് ഇവനിങ്ങനെ പണവും വരുത്തിക്കൊണ്ട് നിൽക്കുകയില്ലേ ഈ മാരുതം കാറ്റ് ഭക്ഷിക്കുന്ന മാരുതം കാറ്റ് ഭക്ഷിക്കുന്ന ഈ പാമ്പിനെ പറയും. അതുകൊണ്ട് മാരുത പക്ഷകനെ കണ്ട് ആരാ? ഗരുഡൻ. ചിക്കനെ പെട്ടെന്ന് താവി അടിച്ചാൻ. അടുത്തോട് പറഞ്ഞിട്ട് അടിച്ച് പറത്തിക്കൊണ്ടങ്ങ്. അപ്പം എന്തോ ചെറുകടിയേറ്റപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആവോളം അംഗം തളർന്നു. അവൻ്റെ സഹസ്രങ്ങളും പെടുത്തിക്കൊണ്ടിരുന്ന് നിൽക്കുമായിരുന്നു. ഗരുഡൻ അടിച്ച് പറത്തിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ്റെ അംഗങ്ങളെല്ലാം തളർന്ന് ചുഴന്ന് അവൻ എങ്ങോട്ടൊന്ന് കറങ്ങി അടിച്ച് പാരം ഭ്രമിച്ച് ചിറകടിയാൽ ഗരുഡൻ്റെ ചിറകിൻ്റെ ഊക്കുകൊണ്ട് ചുഴന്ന് കറങ്ങി ആവോളം അങ്ങ് ദൂരത്തെറിച്ചിടാൻ പാമ്പ് പത്തി മിടർത്തി വന്നതാ. ഗരുഡൻ്റെ ചിറകടിയുടെ ഊക്ക് കൊണ്ട് ചുഴന്ന് കറങ്ങിയടിച്ച് ദൂരെ പോയി വീണ് ഈ പാമ്പ്.
കാളന്തി തന്നിൽ അവിടേക്ക് അഹികുലകാലൻ വരാഞ്ഞതൻ മൂലവും കേൾക്ക നീ. അപ്പോൾ ചിറകടിയേറ്റ് അവൻ ദൂരെ തെറിച്ച് വീണത് ഈ കാളന്തിയുടെ അടുത്തെങ്ങാണ്ടാണ്. അല്ലെങ്കിൽ തന്നെയും അവനത് അറിഞ്ഞും കൊണ്ട് അവിടേക്ക് വന്നത്. അതിൻ്റെ കാരണം ഇത് പറയാൻ പോകുന്നത്. അപ്പം ദൂരെ തെറിച്ച് ഗരുഡനെ വല്ലതും ചെയ്യാൻ പറ്റിയോ? ഗരുഡൻ അടിച്ചു പറത്തി വന്നപ്പോൾ ആ ചിറകിൻ്റെ കാറ്റ് കൊണ്ട് അവൻ ദൂരെ തെറിച്ചങ്ങ് വീണു. അതാണ് ഒന്ന്. ഇനി കാളന്തി തന്നിൽ അവിടേക്ക് അഹികുലകാലൻ. ഈ അഹികുലകാലൻ അതായത് പാമ്പാണ് അഹി. അപ്പം പാമ്പുകളുടെ കുലം, എല്ലാ പാമ്പുകളും അഹികുലം എന്ന് വെച്ചാൽ സർവ്വ പാമ്പുകളുടെയും കാലനാരാണ് ഗരുഡൻ. ഗരുഡനാണല്ലോ സർവ്വ പാമ്പുകളെയും വിഴുങ്ങുന്നത്. അതുകൊണ്ട് കാലൻ എന്ന് പറയുന്ന പാമ്പുകൾ അഹികുല കാലൻ. അപ്പം കാളന്തി തന്നിൽ അവിടേക്ക് ഈ പാമ്പുകൾ കിടക്കുന്ന സ്ഥലത്ത് ഈ കാലൻ ഗരുഡൻ വരാഞ്ഞതിന് മൂലം കേൾക്ക. അത് ഇനി പരീക്ഷത്തിനോട് മഹാമുനി പറയുക. അപ്പം ശത്രുവായേ ഇല്ല, ചിറകടിയേറ്റ് ദൂരെ പോയി തെറിച്ചോണ്ടപ്പോഴേ അവർ വൻ ശത്രുക്കളായി. കാരണം ആഹാരം പങ്ക് കൊടുത്തില്ല. ബാവുദിനെ ബലിയർപ്പിക്കുന്ന അവർഭാഗം ഈ സർപ്പങ്ങളെല്ലാം കൊടുക്കാനുള്ളതെല്ലാം കൂടെ ഈ അഹങ്കാരിയായ കാളിനടുത്തങ്ങ് വിഴുങ്ങും. അപ്പോഴെന്തുവന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് സുവർണൻ അറിഞ്ഞു, ഇത് ഗരുഡൻ അറിഞ്ഞുകൊണ്ട് അടിച്ചു പറത്തിക്കൊണ്ട് വന്നതാണ്, ഇവനെ വധിക്കണം, ഈ കാളിയനെ ദുഷ്ടനാണെന്നും പറഞ്ഞ്. അപ്പോൾ രണ്ടുപേരുടെ ചീറോട് അടുത്ത് വന്നപ്പോൾ കാളിയൻ തന്നെ തോറ്റ് തുന്നമ്പാടി ചുഴന്നടിച്ച് കാറ്റ് വീശി വന്നു. ചിറകിൻ്റെ ആ ആഘാതം കൊണ്ട് ഈ കാളിനവിടെ കറങ്ങിയടിച്ച് ദൂരെ പോയി വീണു. അപ്പോഴെന്ത് വന്നു? അത് ദൂരെ തെറിച്ചിടിനാൻ. അപ്പോൾ എന്താ? കാളന്തി തന്നിൽ അവിടേക്ക് സർപ്പങ്ങളുടെ കാലൻ. ഇനി ആ കാളന്തിൽ എന്താ ഗരുഡൻ വരാത്തതിൻ്റെ ശാപം? വൃദ്ധ തപോധനൻ എന്താണ് ശപിക്കാൻ കാരണം? അതുകൊണ്ടാണല്ലോ കാളിനും കുടുംബവും സന്തോഷമായിട്ട് ജീവനും കിട്ടിയുടെ കഴിയുന്നത്. ഇവിടെ ഗരുഡൻ വരാത്ത എന്താ കാരണം? ഗരുഡൻ ഇവിടെ വന്നാൽ ഇവരെ കൊത്തി വിഴുങ്ങും. ഗരുഡൻ ആ നദിയിൽ വരാത്തത്, കാളന്തിൽ വരാത്ത കാരണമാണ് ഇനി പറയുന്നത്. കാലൻ കാളന്തി തന്നിൽ അവിടേക്ക് അഹികുല കാലൻ, പാമ്പുകളുടെ കാലൻ ഗരുഡൻ വരാഞ്ഞതൻ മൂലവും കേൾക്ക നീ. പരീക്ഷത്തെ അത് ഞാൻ പറയാം, നീ കേൾക്കൂ. മുമ്പൊരു ദിവസം സൗഭരിയാകിയ ധന്യ തപോധനൻ ചെന്ന് കാളന്തിയിൽ നിന്ന് കുളിച്ച് ഊത്ത് സന്ധ്യയും വന്ദിച്ചു കണ്ണുമടച്ചു ജപിച്ചു നിൽക്കും. ഇതോ സാധാരണ മഹാത്മാക്കളെല്ലാം നദികളിൽ പോയി ശുദ്ധമാകും, ശരീരമൊക്കെ ശുദ്ധമാക്കി ജപിച്ച് എന്തൊക്കെ ചെയ്യും. എന്തോ പറയുന്നത്, കുളിച്ചൂത്ത് സന്ധ്യ അവിടെ എന്തൊക്കെയോ ജപിക്കും അവർ. കാളന്തിയിൽ കുളിച്ചും കഴിഞ്ഞിട്ട് ഉടനെ ഒരു നമസ്കാരമൊക്കെ ഉണ്ട്. അത് അച്ഛൻ നദിയിൽ പോയിട്ടില്ലെങ്കിലും കുളിച്ചിട്ട് എന്തൊക്കെ വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയെന്ന് ആദ്യത്തെ ഭാഗം നോക്കി എന്തൊക്കെയോ പറയും. അതെന്തോന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് സന്ധ്യ വന്ദിക്കുന്നത്. സന്ധ്യാസമയങ്ങളിൽ അത് രാവിലെ ഉണ്ട് വൈകിട്ടും ഉണ്ട്. അപ്പോൾ ഈ മഹാമുനിയായ ഈ സൗഭരിയാകിയ ഈ തപോധനൻ കണ്ണുമടച്ചിങ്ങനെ വൃത്തിയാക്കിയിട്ട് ശരീരമൊക്കെ കുളിച്ച് ഊത്ത് സന്ധ്യ ജപിച്ച് സന്ധ്യയും വന്ദിച്ച്, സന്ധ്യാസമയമല്ലേ, ആദിത്യ ഭഗവാനെ വന്ദിച്ച് കണ്ണുമടച്ച് ജപിച്ച് നിന്നപ്പോൾ അംബരമാർഗേണ സഞ്ചരിച്ചിടിനോ ഒരു അംബരഗാധിപൻ അത്ര പോയി ചെന്നുടൻ അംബരമാർഗേ ആകാശത്ത് നിന്ന് സഞ്ചരിച്ചുകൊണ്ട് വരുക ആരാ? ഈ ഗരുഡൻ. അംബരഗാധിപൻ അത്ര പോയി ചെന്നുടൻ മത്സ്യങ്ങളിൽ ഒന്ന് കൊത്തിയെടുത്ത് അതിമുഖ്യ തപോധനന്റെ വിഗ്രഹം പുഷ്കര ബിന്ദുക്കൾ മത്സ്യം പിടിക്കയാൽ ഒക്കെ തെറിച്ചു നനഞ്ഞത് കണ്ടഹോ. കാരണം എന്താ? അംബരഗാധിപൻ അത്ര പോയി ചെന്ന് മത്സ്യങ്ങളൊന്ന്, കാരണം ഗരുഡന് വിശന്നപ്പോൾ ഈ നദി ചെന്നൊരു മത്സ്യത്തിനെ കിട്ടി, ആ മത്സ്യം കൊത്തി. അത് ഗരുഡൻ്റെ ഈ പക്ഷികളുടെ എല്ലാ സ്വഭാവമാണ്. അവിടെ തപോധനൻ കുളിച്ച് ഊത്ത് സന്ധ്യ വന്ദിക്കുന്നു എന്നുള്ള കാര്യമൊന്നും ഗരുഡൻ അറിഞ്ഞുകൂടാ. ഗരുഡൻ ഇതൊന്നും അറിയാതെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അവിടെ കണ്ട് ചെന്ന് നിന്ന് ചുണ്ടും കൊണ്ടൊന്ന് കൊത്തിയെടുത്ത്. അപ്പോൾ പുഷ്കര ബിന്ദുക്കൾ, ഈ പുഷ്കര നദി ബിന്ദു തുള്ളികൾ ഈ കൊത്തിയെടുത്തുനിന്ന് കുടയൊക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ, ഈ തപോധനൻ അവിടെ നിൽക്കുമായിരുന്നല്ലോ, സന്ധ്യ ഊത്ത് വന്ദിച്ച് ജപിച്ച് നിൽക്കുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ഈ വെള്ളത്തുള്ളി വീണ്, ഈ മത്സ്യത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കുമ്പം അതും കൂടെ ചേർന്നല്ലേ വീഴുന്ന, ഒരു സന്യാസിയല്ലേ, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. കണ്ണുടച്ച് ജപിച്ച് നിൽക്കുക. തുള്ളികൾ വന്ന് വീണപ്പോൾ അദ്ദേഹം മുഖ്യ തപോധനൻ തൻ്റെ വിഗ്രഹം ശരീരം തപോധനൻ്റെ ശരീരത്തിൽ പുഷ്കര ബിന്ദുക്കൾ മത്സ്യം പിടിക്കയാൽ, വെള്ളത്തിൽ നിന്ന് മത്സ്യം പിടിക്കയാൽ ഒക്കെ തെറിച്ചു നനഞ്ഞത് കണ്ടഹു. ഈ ചിറകൊക്കെ ആയിട്ട് കൊത്തുമ്പോൾ എന്തോ വെള്ളം കുറച്ച് അദ്ദേഹത്തിൻ്റെ പുറത്ത് വീണ് സന്യാസിയുടെ. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് വന്നു? പുറത്ത് നനവ് കണ്ടപ്പോൾ ചിത്തകോപം കലർന്ന് ഉത്തമനാകിലും യുദ്ധം അതിക്രമിച്ചുള്ളവൻ താൻ ഇനി ഈ സ്ഥലത്തെങ്കിൽ വന്നിടുകിൽ അപ്പോഴേ 10 നുറുങ്ങി മരിക്കുന്ന ശാപവും.
അപ്പോൾ പത്രികുലേന്ദ്രനെ ചെയ്തു സൗഭര്യ. അപ്പോൾ ഈ സൗഭര്യാകുന്ന ഈ തപോധനൻ പിറത്ത് വെള്ളത്തുള്ളി വീണപ്പോൾ മത്സ്യത്തെ പിടിച്ച് തെറിപ്പിച്ചത് മനഃപൂർവ്വമല്ല, അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ആദ്യം ഒരു മത്സ്യത്തിനെ പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അപ്പോഴും അവിടെ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് അടുത്ത ചാടിയൊക്കെ പിടിക്കുകയല്ലേ, അപ്പോഴെന്തായാലും കുറച്ച് വെള്ളം അവിടെ അദ്ദേഹത്തെ പുറത്ത് വീണ്. അപ്പോൾ ചിത്തകോപായ അയാൾ ഉത്തമനായ ഒരു ഭക്തനാണ്, സന്യാസി ആണെങ്കിൽ പോലും ചിത്തകോപായക്ക് പെട്ടെന്ന് മനസ്സ് കോപമുണ്ടായി. അതെന്താ കാരണം? നമുക്കായാലും മത്സ്യത്തിനകത്തുനിന്ന് പറയുന്ന ഇങ്ങനെ തെറിക്കുന്ന വെള്ളം ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അത് ഉത്തമനായ മുനിയാണെങ്കിൽ പോലും ദേഷ്യം വന്നപ്പോൾ യുദ്ധം അതിക്രമിച്ചുള്ളവൻ താൻ, ഇതൊരു അതിക്രമമാണല്ലോ എന്ന് കോപിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത്, ഈ സ്ഥലത്തെങ്കിൽ വന്നിടുകിൽ അപ്പോഴേ 10 നുറുങ്ങി മരിക്കുന്ന ശാപവും പത്രികുലേന്ദ്രനെ, അതായത് ഈ ഗരുഡനെ, പത്രികുലേന്ദ്രൻ എന്ന് വെച്ചാൽ സർപ്പങ്ങളുടെ ഇന്ദ്രനാണ് ഈ ഗരുഡൻ, ഈ പത്രി ചിറക് പറക്കുന്ന അല്ലയോ. അപ്പം പത്രികുലേന്ദ്രനെ ചെയ്തതു സൗഭരി, തലസ്ഥലത്തെങ്കിലായി വാണിതു കാളിയൻ. അതുകൊണ്ട് അവിടെ കാളിയന് വിഷമമില്ലാതെ കഴിയാൻ അവിടെ വന്നാൽ, ഗരുഡൻ വന്നാൽ 10 നുറുങ്ങി മരിക്കുന്നതാണ് ഈ സൗഭര്യാകുന്ന ഈ തപോധനൻ വൃദ്ധൻ ശപിച്ചത്. അതുകൊണ്ട് ആ നദിയിലിവിടെ മത്സ്യത്തിനെ പിടിക്കാനായിട്ടും ഒന്നിനായിട്ടും അവിടെ വന്നാൽ എന്തു ചെയ്യും? ഗരുഡൻ 10 നുറുങ്ങിപ്പോകും. അതുകൊണ്ട് ഗരുഡൻ ആ നദിയിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് അവിടെ ഭയം കൂടാതെ കാളിയനൊക്കെ അവിടെ തന്നെ വസിക്കുന്ന, അവിടെ കുടുംബവും കൂട്ടുകുടുംബവും എല്ലാമായി അവിടെ തന്നെ ഭയമില്ലാതെ കഴിയുന്നു. ഗരുഡന് ഒന്നിനെയും പിടിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഗരുഡനോട് വന്ന് ഇറങ്ങിയ വെള്ളം പോലും കുടിക്കാൻ, ഒരു മത്സ്യത്തിനെ പോലും കൊത്തി വിഴുങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? ശാപം. ആരുടെ ശാപം? ഈ വൃദ്ധനായ തപോധനൻ്റെ ശാപം. മത്സ്യത്തിനെ പിടിച്ചപ്പോൾ വെള്ളത്തുള്ളി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീണതുകൊണ്ട് ശപിച്ചു. ഇവിടെ വന്നാൽ 10 നുറുങ്ങി മരിക്കുന്ന ആ ഒരു ശാപം കിട്ടിയതാണ് അവിടെ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് പുത്രധാരാദികളൊക്കെ അത് കേട്ട് പത്രികുലേന്ദ്രനെ ചെയ്ത് സൗഭരി തൽസ്ഥലത്തെങ്കിലായി വാണിതു കാളിൻ. അതുകൊണ്ട് ഇവിടെ കാളിൻ നന്നായി സുഖത്തോടെ അവിടെ കഴിയുന്നു. ഇപ്പോഴാണ് ഭഗവാനാണ് ഇപ്പോൾ അവിടെ ആ നദിയിലെ വെള്ളം വിഷമായതുകൊണ്ടാണ് അവിടെ ശുദ്ധമായ വെള്ളമാക്കി മാറ്റാനാണ് ഭഗവാൻ കാളിന്തി നദിയിൽ നിന്ന് ഇവരെ രമണകദ്വീപിലേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ തത്ര വന്നൊത്തിരുന്നാൾ പലകാലവും. അപ്പോൾ പുത്രധാരാദികളൊക്കെ അത് കേട്ട് തത്ര വന്നൊത്തിരുന്നാർ പലകാലം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാമ്പിൻ്റെ മറ്റ് ആരെല്ലാം ഉണ്ടോ അവരെല്ലാം എന്ത് വന്നു ഇവിടെ വന്നു കഴിയുന്നു. കാരണം ഭൂമിയിൽ പേടിയാ, ഗരുഡന് ഭൂമി ചെന്ന് പിടിക്കാമല്ലോ. അപ്പോൾ കുറേ അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും അവരും എല്ലാം കൂടെ വന്ന് ഈ കാളിൽ വന്ന് കഴിഞ്ഞുകൂടുക. ഗരുഡൻ അവിടെ വരത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും സുഖമായി അനേക ആൾക്കാരെങ്ങനെ ഒരു പല കുടുംബങ്ങളായിട്ട് എല്ലാവരും അവിടെ വന്ന് ഒത്തുകൂടി. കാരണം പുത്രധാരാദികൾ, പുത്രനും ഭാര്യയും ഒക്കെ എല്ലാവരും കൂടെ തത്ര വന്ന് അവിടെ കഴിഞ്ഞുകൂടുന്നു. അതാണ് കാളിന്തിയിൽ ഇവർക്ക് കഴിയാനുള്ള കാരണം. അത് മഹാമുനി പരീക്ഷത്തിന് പറയുക. അങ്ങനെയുള്ളവൻ തന്നെ നാരായണൻ അങ്ങ് രമണകത്തിങ്കലാക്കിയിടിനാൻ. അങ്ങനെയുള്ളവൻ തന്നെ, അങ്ങനെയുള്ള കാളിയനെ ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? രമണകദ്വീപിലേക്ക് ആക്കി. പിന്നെ ജഗത്രയപാലകനാകിയ നന്ദാത്മജൻ ദയയാ നന്ദസുന്ദരൻ ഖിന്നത എല്ലാം ഒഴിച്ചയച്ചിടുമാ ആ പന്നകജാതികൾ ഒന്നിച്ച് നൽകിന. അങ്ങനെ ഭഗവാൻ ഇവരെ രമണകദ്വീപിലേക്ക് പൊയ്ക്കൊള്ളാനും അങ്ങനെ ആക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ജഗത്രയപാലകനാകിയ ഈ ഭഗവാൻ നന്ദാത്മജന് ദയയാ, ഭഗവാന്റെ ഇങ്ങനെയുള്ള ദയ കാണിച്ചില്ലേ? ഇവരെ കൊന്നില്ലല്ലോ കാളിനെ. അവരെല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഭഗവാനെ, ഇവനെ ജീവനങ്ങളും തരണമേ എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ കാളിയൻ്റെ ഭക്തിയൊക്കെ കണ്ട് പ്രസാദിച്ച് അനുഗ്രഹം കൊടുത്തിട്ട് ആണ് രമണകദ്വീപിലേക്ക് അയച്ചത്. അപ്പോഴെന്ത് വന്ന് ഭഗവാന്റെ ഈ ദയ, നന്ദാത്മജനായിരിക്കുന്നെങ്കിൽ കൃഷ്ണൻ്റെ ദയ ഓർത്തത് നന്ദസുന്ദരനെ ഖിന്നതയെല്ലാം ഒഴിച്ച് അയച്ചിടുമാർ ആ പന്നകജാതികൾ. അപ്പോൾ ഇവരുടെ വിഷമമൊന്നും ഇല്ലാതെ തന്നെ, അവർക്ക് ഒരു ദോഷവും വരുത്താതെ ഭഗവാൻ അനുഗ്രഹത്തോടുകൂടി തന്നെ രമണകദ്വീപിലേക്ക് അയച്ചത് കൊണ്ട് ഈ പന്നകജാതികൾ എല്ലാവരും ഒന്നിച്ച് നൽകി. എന്താ നൽകി ഭഗവാന്? രത്നാഭരണങ്ങൾ കൊണ്ട് വിളങ്ങിന ലക്ഷ്മീപതി മിഹിരാർഭക ശോഭയാ വന്ന് നിൽക്കുന്നത് കണ്ട് ഭഗവാൻ ഇങ്ങനെ എല്ലാം അവിടേക്ക് അയച്ച്. അപ്പോൾ അവരെല്ലാവരും സന്തോഷത്തോടെ ഭഗവാന് നല്ല രത്നാഭരണങ്ങളെ കൊടുത്ത് ഭഗവാനെ നദീതീരത്ത് കാലിൻ്റെ മസ്തകത്തിൽ ആക്കിക്കൊണ്ടാണ് നദീതീരത്ത് കൊണ്ട് ആക്കിയത്. ഈ ഭഗവാന്റെ മാതാപിതാക്കളും പശുക്കളും ഗോപിമാരും എല്ലാം നിൽക്കുന്നിടത്തേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു.
ഈ പാമ്പ് തന്നെയാണ് കാളിയൻ്റെ മസ്തകത്തിലാക്കി നദീതീരത്ത് കൊണ്ട്, കാരണം ഭഗവാനെ നീന്തിയല്ല കരയ്ക്ക് കയറിയത്, മസ്തകത്തിന് മുകളിൽ തന്നെ ഇരുത്തി കാളിയൻ തന്നെ ഭഗവാൻ നദീതീരത്ത് ആക്കി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും എന്താ കാണുന്നത്? ആഭരണങ്ങൾ കൊണ്ട് വിളങ്ങിന ലക്ഷ്മീപതി മിഹിരാർഭക ശോഭയാ വന്ന് നിൽക്കുന്നത് കണ്ടു ഗോപാലൻ. ഭഗവാൻ എന്താ വന്നിറങ്ങിയപ്പോൾ എങ്ങനെ നിൽക്കുന്നു? പാമ്പിൻ്റെ പുറകിൽ പിന്നെ മസ്തകത്തിൽ നിന്ന് നൃത്തം ചെയ്ത ഭഗവാനാണോ അവിടെ? ലക്ഷ്മീപതി അത്ര ശോഭയോടുകൂടി ഭഗവാന്റെ അടുക്കൽ ആരാ? ലക്ഷ്മി ഇല്ലേ? അതും എത്ര ശോഭയോടുകൂടി രത്നാഭരണങ്ങളെല്ലാം ഇവർ പാമ്പുകളെല്ലാം കൂടെ ഭഗവാനെ ഇത് കൊടുത്തു, സമ്മാനം. അവരുടെ രത്നം കൊണ്ടുണ്ടാകുന്ന ആഭരണങ്ങളെല്ലാം ഭഗവാനെ അണിയിച്ചാണ് അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. എല്ലാ പാമ്പുകളുടെ ചിന്തിച്ച് ഇത്രയും ഭഗവാൻ ദയ കാണിച്ചു, അവരെ നന്നായി എല്ലാവർക്കും ഒരു ദോഷവും വരുത്താതെ ഒരു വിഷമവും ഇല്ലാതെ അവരെ അവിടേക്ക് അയച്ചല്ലോ. അതുകൊണ്ട് ഭഗവാൻ ഇവരെല്ലാം ചേർന്ന് നല്ല രത്നാഭരണങ്ങളെ കൊടുത്ത് ഭഗവാൻ നദീതീരത്ത് നിന്നപ്പോൾ എന്താ കാണുന്നവരെല്ലാം? ഗോപാലന്മാരെല്ലാവരും ലക്ഷ്മീപതി മിഹിരാർഭക ശോഭയാ വന്ന് നിൽക്കുന്ന അത് കണ്ട് ഗോപാലരും ചെന്ന് ചങ്ങാതിമാരാകിയ ബാലരും സുന്ദരിമാരായ ഗോപീജനങ്ങളും മന്ദമന്ദം പുണർന്നിടനാരുണ്ണി എല്ലാവരും ചെന്ന് ഭഗവാൻ ഇങ്ങനെ സർപ്പമായിട്ട് കാളിനായിട്ട് മല്ലയുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം കണ്ട് സുന്ദര ശോഭയോട് ചെന്ന് നദീതീരം നിന്നപ്പോൾ എല്ലാവരും ചെന്ന് കൃഷ്ണനെ പുണരുകുന്നു. ഗോപിജനങ്ങളും മന്ദം ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കുന്നു. നന്ദനും ചെന്ന് പുണർന്നെടുത്ത് ആനന നന്ദാംബുജം മുകർന്ന അശ്രകണങ്ങളാൽ. അപ്പോൾ എന്താ പറയുന്നേ? നന്ദനും ചെന്ന്, അതാ പിതാവായ നന്ദഗോപരും ചെന്ന് പുണർന്നെടുത്ത ആനന നന്ദാംബുജം ഭഗവാന്റെ മുഖം, കൃഷ്ണൻ്റെ മുഖം മുകർന്ന അശ്രകണങ്ങളാൽ അത്രമാത്രം കണ്ണുനീരോടുകൂടി നന്ദനൻ തന്നെ ഉടലൊക്കെ നനച്ചു. ഭഗവാനെ കെട്ടിപ്പിടിച്ചപ്പോൾ നന്ദനൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ അശ്രകണങ്ങളെല്ലാം ഇങ്ങനെ പൊഴിയുക പിതാവിൻ്റെ. അതാണ് നന്ദനും ചെന്ന് പുണർന്നെടുത്ത ആനന നന്ദാംബുജം ഭഗവാന്റെ നന്ദാംബുജം മുകർന്ന അശ്രകണങ്ങളാൽ നന്ദനൻ തന്നെ ഉടലൊക്കെ നനച്ച് ഭഗവാന്റെ ദേഹം മൊത്തവും കണ്ണുനീര് കൊണ്ട് നനച്ചു ഈ പിതാവ്. നന്ദിച്ച് മൂർധനി മുകർന്ന് നിർത്തിയിടാൻ എന്നിട്ട് എന്തെന്ന് മൂർധനി തലയിലൊക്കെ മുത്തം കൊടുത്ത് മുകർന്ന് നിർത്തിയിടാൻ. പിന്നെ ധന്യാബുധിയായ രോഹിണി താനും അങ്ങ് അന്യൂനമോദന ചെന്ന് പുൽകിയിടിനാൾ. രോഹിണി ദേവിയും ഭഗവാൻ ചെന്ന് പുൽകി. നന്ദവിലാസിനി തന്നെ അയച്ചനുനന്ദിച്ച് അനുജനെ കണ്ടു സംഘർഷണൻ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തിട്ട് ഇവിടെ സംഘർഷണം ചെയ്ത് ബലരാമൻ പന്നക ദംഷ്ടമാം പുണ്ണുകളൊക്കെ വിച്ഛിന്നമാറ് പുണർന്ന് തലോടിനാൻ. ഭഗവാന്റെ ദേഹമൊത്തവും പന്നക ദംഷ്ടം, പന്നകം പാമ്പിൻ്റെ കാളിനാട് യുദ്ധം ചെയ്തതല്ലേ, കാളിനും കിട്ടിയ സമയത്തൊക്കെ അവൻ്റെ പല്ലുകളെല്ലാം ഭഗവാന്റെ ദേഹത്ത് തട്ടി പന്നക ദംഷ്ടമാം, അവൻ്റെ ഈ തേറ്റ പോലുള്ള വിഷം ഉള്ള ഈ പല്ലുകളൊക്കെ ഭഗവാന്റെ ദേഹത്ത് കൊണ്ട് പുണ്ണുകളൊക്കെ ഇതൊക്കെ മുറിഞ്ഞ് കുത്തിപ്പറസണക്കൊക്കെ ആവുമല്ലോ, അങ്ങനെ പുണ്ണുകളൊക്കെ വിച്ഛിന്നമാമാറ് പുണർന്ന് തലോടിനാൻ. ആരാ? ജ്യേഷ്ഠനായ ബലരാമൻ ഭഗവാനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഈ പുണ്ണുകളൊക്കെ കണ്ടിട്ട് സ്നേഹം കൊണ്ട് തലോടി. പിന്നെ കരങ്ങളും ചേർത്ത് പിടിച്ചവൻ നിന്ന് വിളങ്ങുന്ന നേരം പശുക്കളും പെട്ടെന്നു ചെന്ന് ചുഴന്നു ഗോവിന്ദനെ ദൃഷ്ടികൾ കൊണ്ട് പുണർന്നുടൻ പുഷ്ടപ്രമോദന രോമാഞ്ച രൂപികൾ മുട്ടിനാർ നക്കിനാർ ഗന്ധിച്ചുരുമിനാർ. പശുക്കളും ദൃഷ്ടികൾ കണ്ണുകളുണ്ട് ദയോടുകൂടെ നോട്ടവും പിന്നെ നക്കിയും ഉരുമി അങ്ങനെ അവരുടെ സ്നേഹവും പ്രകടിപ്പിച്ചു ഭഗവാനോട്. തൽക്ഷണേ വേണുഗീതം തുടങ്ങിയിടിനാൻ കൃഷ്ണനാ ഉണ്ണി സുഖിച്ചതെല്ലാവരും. അങ്ങനെ ഭഗവാൻ അങ്ങനെ വേണുക ആനന്ദത്തോടെ തന്നെ സംഭവം അങ്ങനെയെല്ലാം ശരിയായി. ഇപ്പോൾ ഏകദേശം ഒരു രൂപമൊക്കെ മനസ്സിലായോ? എന്നിട്ടോ ഇനി നന്ദനീ നാശം ഭവിച്ചുളവായി വന്ന നന്ദനം പോലെടുത്ത് ആശേഷവും ചെയ്ത് നന്ദിച്ചു തന്നെ അങ്കമേറ്റി യശോദയും വന്നോരപായങ്ങൾ ഓർത്തു കരഞ്ഞവൾ. നന്ദിച്ച് സൂര്യനും പോയി മറഞ്ഞിടിനാൻ. അങ്ങനെ യശോദയും എടുത്ത് മുകർന്നു തലോടി. ഇങ്ങനെയെല്ലാം വിഷമങ്ങൾ വന്നല്ലോ എൻ്റെ കുട്ടിക്ക്, ആ അപായങ്ങളെല്ലാം ഈ വന്ന വിഷമങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞ്. അപ്പോൾ അതെല്ലാം സംഭവിച്ചു. ഇതെല്ലാം തീർന്നപ്പോൾ എന്തോ സൂര്യനങ്ങ് അസ്തമിച്ചു. അപ്പോൾ അപ്പോൾ ഇരുട്ടായി വരുന്നു, സൂര്യനും പോയി മറഞ്ഞു. അപ്പോൾ സന്ധ്യാസമയം അങ്ങ് കഴിഞ്ഞു. അപ്പോഴെന്ത് വന്നു? മറഞ്ഞിടിനാൻ. അപ്പോൾ സൂര്യനും ഇത്രയെല്ലാം രംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് സൂര്യനും പോയി മറഞ്ഞു. നന്ദനർ രാമകൃഷ്ണന്മാരും കന്ന് കിടാക്കളും ഗോപാലവൃന്ദവും മന്നവാ കാളന്തി തീരെ ശുഭസ്ഥലെ ഒന്നിച്ചു വാണു ശുതൃഷ്ണ വിശ്രാന്തരായി മന്ദിച്ചുറങ്ങുന്ന നേരം ദേവാനരൻ വന്നു ചുഴന്ന് അത് കണ്ടു.
പരിഭ്രമിച്ച് ഒന്നിച്ചു നന്ദാത്മജനോട് ചൊല്ലിനാർ. അപ്പോൾ ഇത്രയെല്ലാം സന്തോഷമായി എല്ലാവരും സ്നേഹത്തോടും കണ്ണുനീരോടും ഭഗവാനെ കെട്ടിപ്പുണർന്ന് എല്ലാം വന്ന് സൂര്യനെ മറിഞ്ഞ് അപ്പോഴെന്ത് വന്നു? കന്നുകിടാങ്ങളും എല്ലാവരും മന്നവ രാജാവേ പരീക്ഷിതേ കാളന്തി തീരെ ശുഭസ്ഥലത്തിൽ ഒന്നിച്ചെല്ലാവരും കൂടി അന്ന് അവിടെ വാണു. ശുതൃഷ്ണ വിശ്രാന്തരായി മന്ദിച്ചുറങ്ങുന്ന നേരം അപ്പോൾ വിശപ്പും ദാഹവും എല്ലാം കൊണ്ട് മന്ദിച്ച് അവരങ്ങ് ഉറങ്ങി. കാരണം വീട്ടിലേക്ക് പോയില്ല. നല്ല ശുഭസ്ഥലം കാളന്തി തീരത്ത് നല്ല സ്ഥലത്ത് ഒന്നിച്ചെല്ലാവരും അവിടെ അങ്ങ് കഴിഞ്ഞു. മന്ദിച്ചങ്ങനെ ഉറങ്ങുന്ന നേരം വിഷമിച്ച് ദാഹിച്ച് ക്ഷീണിച്ചൊക്കെ നിൽക്കുമല്ലയോ, എല്ലാവരും അങ്ങോട്ട് ഉറങ്ങിയപ്പോൾ ദേവാനലൻ വന്ന് ചുഴന്ന് അത് കണ്ടു. ആരാ? അഗ്നി. ദേവാനലൻ അഗ്നി അവിടെ എല്ലാം അങ്ങ് ചുഴന്ന് പിടിച്ചു. ഇവരെല്ലാം ഉറക്കമായി മന്ദിച്ചുറങ്ങുന്ന നേരം ദേവാനലൻ വന്ന് ചുഴന്ന് അത് കണ്ട് പരിഭ്രമിച്ച് ഒന്നിച്ച് നന്ദാത്മജനോട് ചൊല്ലിനാർ. അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിൽ കുട്ടികളിത് കാണുന്നു. ദൈവമേ, അവിടെ എല്ലാം അഗ്നി പടർന്നപ്പോൾ ഭഗവാനോട് ഒന്നിച്ച് നന്ദാത്മജനോട് ഭഗവാനോട് പറയുന്നു, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര കൃഷ്ണ കൃപാലയ കാരുണ്യവാരിധേ മായാപദേ പാഹി പാഹി നമോ നമ കൃഷ്ണവർമാവിഹ പക്ഷിപ്പതിന് മുന്നേ കൃഷ്ണ നീ എന്നിയെ രക്ഷിപ്പതാരഹോ. ഭഗവാനെ നാരായണ മഹാബാഹോ ബലഭദ്ര കാരുണ്യം നിറഞ്ഞ ഭഗവാനെ മായാപദേ അവിടുന്ന് നോക്കൂ. കൃഷ്ണവർമാവ് അഗ്നി ഇവ ഞങ്ങളെ ഭക്ഷിക്കുന്ന അഗ്നി ഞങ്ങളെ വിഴുങ്ങുന്നതിന് മുമ്പേ കൃഷ്ണ നീ അല്ലാതെ മറ്റാരും രക്ഷിപ്പാനില്ല. എല്ലാ കുട്ടികളും നിലവിളിച്ചു. കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്തവണ്ണം ചുറ്റിട്ട് എല്ലായിടും അങ്ങ് അഗ്നി പടർന്നു. എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ഭഗവാനെ വിളിച്ച് അപേക്ഷിക്കുക, കൃഷ്ണ നീ അല്ലാതെ മറ്റാരും രക്ഷിപ്പാനില്ല. ഭഗവാനെ മായാപദേ പാഹി പാഹി നമോ നമ കൃഷ്ണവർമാവിഹ ഭക്ഷിപ്പതിന് മുമ്പ് ഈ അഗ്നി ഞങ്ങളെ ഇവിടെ വിഴുങ്ങുന്നതിന് മുമ്പേ, കാരണം അഗ്നി വിഴുങ്ങാച്ചാൽ എല്ലാം കത്തി എരിഞ്ഞ് ചാമ്പലാവും. അത് ഭക്ഷിപ്പതിന് മുന്നേ ഭഗവാനെ കൃഷ്ണ നീ അല്ലാതെ രക്ഷിപ്പത് ആരെക്കൊണ്ട് സാധ്യമല്ല. ഏവം പറയുന്ന നന്ദാദി വാക്കിനാൽ ദേവകി നന്ദനൻ യോഗേശ മൂർത്തിമാൻ കൃഷ്ണനപ്പോൾ എന്ത് ചെയ്തു? ആദ്യന്തമില്ലാതെ അനന്ത ശക്തിയാത്മകൻ ആദ്യൻ പ്രകൃതിഭിന്നൻ പരനീശ്വരൻ ഐശ്വര്യകൃത്ത അനലമുഖൻ ജഗദീശ്വരൻ അപ്പോൾ വിഴുങ്ങിനാൻ അഗ്നിയെ. സമയം പോയി. അപ്പോൾ ആദ്യന്തമില്ലാത്ത ഈ പരമാത്മാവായ പ്രകൃതി ഭിന്നനായിരിക്കുന്ന ഈ ഈശ്വരൻ കൃഷ്ണൻ ഐശ്വര്യകൃത്ത അനലമുഖൻ അനലമുഖൻ ജഗദീശ്വരൻ അപ്പോൾ എന്ത് ചെയ്തു? വിഴുങ്ങി. ഈ അഗ്നിയെ ഭഗവാൻ അങ്ങ് വിഴുങ്ങി മൊത്തത്തിൽ. അപ്പോൾ ഭഗവാന് മാത്രമേ പറ്റൂ. ഭഗവാൻ തീയല്ലയോ, അഗ്നിയല്ലയോ. ഈ സൂര്യനെ നമുക്ക് ആലോചിച്ചു. ഭഗവാൻ നാരായണനാണല്ലോ ഈ സൂര്യൻ. അപ്പോൾ അതിൽ കവിഞ്ഞ എന്തെങ്കിലും അഗ്നി ലോകത്തുണ്ടോ? അപ്പോൾ ആ ഭഗവാന് മാത്രമേ, കൃഷ്ണന് മാത്രമേ ഭഗവാന്റെ മായയാൽ അതെല്ലാം വിഴുങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ അവിടെ ഈശ്വരൻ അഗ്നിയെല്ലാം അങ്ങ് വിഴുങ്ങി. അങ്ങല്ലാതെ രക്ഷിപ്പാൻ ആരുമില്ല എന്ന് കുട്ടികൾ നിലവിളിച്ചപ്പോൾ ഭഗവാൻ തന്നെ അഗ്നിയെ അങ്ങ് വിഴുങ്ങി. ആശ്ചര്യ തേജസ മേളിച്ച് ഗോകുലം ഈശ്വരനോട് ഉഷസ്സെങ്കിൽ ഒരുമിച്ച് ചെന്ന് വ്രജേ സ്നാനകർമാദികൾ മറ്റും അന്നപാനാദിയും ചെയ്തു വാഴുന്ന നാൾ. അങ്ങനെ ആശ്ചര്യ തേജസ അത്രമാത്രം ആ തേജസ് കണ്ട് മേളിച്ച് ഗോകുലം ഈശ്വരനോട് ഉഷസ്സെങ്കിൽ, പിന്നെ നേരം വെളുത്തു ഉഷസ്സെങ്കിൽ രാവിലെ ചെന്ന് അവരുടെ വ്രതത്തിലേക്ക് ചെന്ന് കുളിച്ച് സ്നാനകർമാദികൾ അന്നന്ന് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് കുളിച്ചിട്ട് മറ്റു അന്നപാനാദിയും അവിടെ ചെന്നതല്ലേ കഴിക്കണ്ടേ. അന്ന് ക്ഷീണിച്ച് നദീതീരത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോയില്ലയോ, അപ്പോഴല്ലേ അഗ്നി വന്ന് വിഴുങ്ങാനൊരുങ്ങിയത്. അപ്പം ഭഗവാൻ തന്നെ ആ അഗ്നിയെ വിഴുങ്ങി അവരെ രക്ഷിച്ചു. അവർ നേരം വെളുത്തു ചെന്ന് കുളിയും ഒക്കെ കഴിഞ്ഞു വേണ്ടുന്ന കർമ്മ പൂജകളും ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അന്നപാനാദി അന്നം ചോറും വെള്ളവും ആഹാരവും ജലവും ഒക്കെ ചെയ്ത് അവിടെ കഴിഞ്ഞു. അങ്ങനെ വാഴുന്ന നാൾ അങ്ങനെ കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത നമുക്ക് പിന്നെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. അവസാനം വരുമ്പോൾ എനിക്ക് സ്പീഡ് കൂടും, കാരണം സമയം അങ്ങ് പോകുന്നു മക്കളെ. എല്ലാവർക്കും ഇത് മനസ്സിലായെങ്കിൽ കമൻസ് ചെയ്യും എല്ലാവരും. എനിക്കതേ പറയാം, കാരണം എനിക്കും ഒരു സന്തോഷമാവട്ടെ. അത് ഭഗവാനാണ് ആ സന്തോഷം. നിങ്ങൾ ഈ എളിയ ഒന്നും അറിയാൻ മേലത്ത എൻ്റെ ഭഗവാൻ ഇതിനു വേണ്ടി ഒരുക്കി. എന്തറിയാം, ഞാനൊരു നിർമ്മല ഹൃദയമുണ്ട്, ഭഗവാൻ എന്നിൽ കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. ഞാനൊരു അഹങ്കാരിയാണെങ്കിൽ ഭഗവാൻ പ്രവർത്തിക്കത്തില്ല മക്കളെ. അതുകൊണ്ട് എൻ്റെ ഈശ്വരനറിയാം എന്നിൽ കഴിഞ്ഞുകൂടാൻ ഭഗവാന് നല്ല താല്പര്യം. അതുകൊണ്ട് ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എനിക്ക് അത് ഇങ്ങനെ മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം.
അതുകൊണ്ടിത് പറയുന്നതല്ല, ഞാനതൊന്നും പഠിച്ചതല്ല. ഇന്നലെ എൻ്റെ ഒരു മകൾ വിളിച്ച അമ്മേ ഇത് ഇന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയാമെങ്കിൽ പറഞ്ഞേ, അമ്മ പറഞ്ഞിട്ടില്ല, അമ്മ ഒന്നും പഠിച്ചിട്ടില്ല. സത്യമാ മക്കളെ, എനിക്ക് അല്ലെങ്കിൽ ആരും എന്നെ അറിയുന്നവർ ആരും പറയട്ടെ, ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും വർഷമായല്ലോ, ഒരു 6 വർഷമായി ഞാൻ ഈ അഞ്ചൽ വന്നിട്ട്. എവിടെയെങ്കിലും ഒരു സപ്താഹത്തിനോ ഒരു വായനയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ ആരും കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ എൻ്റെ മുറിയിൽ തന്നെയാണ് എൻ്റെ വാസം. പിന്നെ കുട്ടിനാളിൽ എനിക്ക് തയ്യലൊക്കെ പഠിച്ച് കാരണം ജീവിതമാർഗ്ഗത്തിനും എനിക്ക് വേണ്ടുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ തന്നെയാണ് എൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ 17 വയസ്സിൽ അച്ഛനും സമാധിയായി. അപ്പോൾ അമ്മയെ കൊണ്ട് എന്താ കഴിവ്. അപ്പം എൻ്റെ ആങ്ങളയ്ക്ക് ജോലിയൊക്കെ ആയപ്പം ഗവൺമെൻറ് ടീച്ചറായി ജോലിയൊക്കെ ആയപ്പം വിഷമങ്ങളില്ലാതെ അതിനു മുമ്പ് എൻ്റെ കാര്യങ്ങൾക്കെങ്കിലും എനിക്ക് വേണ്ടി, അതുകൊണ്ട് അമ്മ എന്നെ തൊഴിൽ പഠിപ്പിച്ചുകൊണ്ട് വീട്ടാവശ്യത്തിനെല്ലാം ആദായങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലാതെ എൻ്റെ തൊഴിൽ അങ്ങനെ. അപ്പോൾ 25 വയസ്സായപ്പോൾ വിവാഹം കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്തിട്ടുള്ള, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേകിച്ചൊരു ഗുരു എനിക്കില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എനിക്കൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഭഗവാൻ, എൻ്റെ ഒരു നാഥൻ, പരമാത്മ ഗുരു, എനിക്കത് ഗുരുവാണ്, എനിക്ക് നാഥനാണ്, എനിക്ക് എല്ലാമാണ്, എൻ്റെ മകനുമാണ്. എനിക്ക് എല്ലാ കാര്യത്തിനും വേണ്ടി എൻ്റെ കൂടെ ഒത്തു നിൽക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്ന ഭഗവാൻ. എപ്പോഴും ഭഗവാൻ അല്ലാതെ എനിക്ക് മറ്റാരും തന്നെ ഇല്ല എന്നെ സ്നേഹിക്കാനും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും അങ്ങനെ ആയിത്തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഭഗവാൻ എന്നോട് പറയുന്നത്, മക്കളെ നിങ്ങൾക്ക് വേണ്ടി എന്നെ അതിനായിട്ട് ഒരുക്കിയേക്കുന്നത്. കുറച്ച് ദിവസത്തേക്കാവട്ടെ, ഇത്ര ദിവസം പോയില്ലേ, 2.5 വർഷത്തോളം ആയില്ലേ, അത് തന്നെ ധാരാളം. പക്ഷേ എപ്പോഴാണ് ഭഗവാൻ അത് മതിയാക്കുന്നത്, അന്നും മതിയാക്കുക. അതുവരെ ഇതിങ്ങനെ നിൽക്കട്ടെ. ഉള്ള അറിവ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത്, അല്ലാതെ എനിക്ക് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഭഗവാൻ വിചാരിക്കുന്നത് പോലെയല്ലേ നടക്കുകയുള്ളെല്ലാം. അതായത് ഞാനെല്ലാം അർപ്പിച്ചെന്ന ഈശ്വരനെ ആയതുകൊണ്ട് അങ്ങ് എന്താ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കുക. അല്ല എൻ്റെ ഒരു തീരുമാനവും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.